ഈ പാട്ടുകളിലെ ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ മ്യൂസിക്കിനപ്പുറം കൃത്യമായിട്ട് പറയുമായിരുന്നു റീ റെക്കോർഡിങ്ങോ കാര്യങ്ങൾക്കോ ഒക്കെ ഇരിക്കുമ്പോൾ? റീ റെക്കോർഡിങ്ങിൽ അധികം ഇങ്ങനെ അദ്ദേഹത്തിന് നമ്മൾ ചെയ്യുന്നതിൻ്റെ മൂഡ് ശരിയാണെങ്കിൽ അത് പറയും. പക്ഷേ പാട്ടിൽ കൃത്യമായിട്ട് നമ്മുടെ കൂടെ നിൽക്കും. അത് നമ്മളുടെ ഞാനിപ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന നേരത്തെ ഒരു 2 or 3 പ്രാവശ്യം പാടിയിട്ടുണ്ടെങ്കിൽ ഭരതേട്ടൻ ഒരു 10 പ്രാവശ്യം പാടിയിട്ടുണ്ടാവും. ഭരതേട്ടൻ അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴും ഇതിങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോഴും മൂളും. എപ്പോഴും ആ ട്യൂൺ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ വിഷ്വൽ കിട്ടാനും കൂടിയിട്ടായിരിക്കാം. അപ്പം പിന്നെ തൻ്റെ പടത്തിന് വേണ്ടുന്ന പാട്ടിന് ഒരു കൺഫ്യൂഷനും ഇല്ല. എന്ത് വേണം എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഏത് രാഗത്തിൽ വേണമെന്ന് രാഗത്തിൻ്റെ പേരറിയില്ലെങ്കിലും ആ രാഗത്തിൻ്റെ ഒരു ഛായയൊക്കെ അദ്ദേഹം പറയും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹിന്ദോളാണെങ്കിലും ഹിന്ദോള രാഗപ്രിയനാണ് എല്ലാം. ഇപ്പോൾ ശുദ്ധ സന്യാസി ജോൺസൺ ആദ്യത്തെ പടത്തിലെ ആദ്യത്തെ പാട്ട് ഇദ്ദേഹം പറഞ്ഞു ശുദ്ധ സന്യാസി. അപ്പോൾ ജോൺസൺ അന്ന് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ശ്രീരാഗം, മോഹനം, ശുദ്ധ സന്യാസി, ഹിന്ദോളം ഇതുണ്ടോ നിനക്ക് അവിടെ പോയ എന്തു രക്ഷപ്പെടാം എന്നുള്ള അല്ല, ജോൺസനാണ് ആദ്യം എൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷേ നമ്മളത് അങ്ങനെ തമാശക്ക് പറഞ്ഞാലും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ പ്രണാമത്തിലൊരു താളം മറന്ന താരാട്ടുണ്ട്, അതുണ്ട്. അത് അന്നത്തെ ഈ പറഞ്ഞ ആ സിനിമയുടെ കഥയുമായിട്ട് ഭയങ്കര ബന്ധമുള്ള. അതെ, അത് താളം മറന്ന താരാട്ടുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു താള വ്യത്യാസത്തിൽ അതൊരു BGM ചിലമ്പിൽ ശോഭന മുകളിലത്തെ അറയിൽ ജനലയെക്കൂടെ പ്രണയത്തിൻ്റെ ഒരു സമയം റഹ്മാന് വേണ്ടി കാത്തു കേൾക്കുന്ന സമയത്ത് ഒരു സീനുണ്ട്. അപ്പം അതിലൊരു BGM ഞാൻ ഷേണായിൽ വെറുതെ വായിപ്പിച്ചതാ. ഞാൻ അവിടുത്തെ മ്യൂസിക്കിനെ ടാ 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 ഇത് ഞാനിങ്ങനെ അപ്പൊ ഷേണായിൽ വായിക്കുന്ന ഭരതേട്ടൻ എന്താണ് അതങ്ങോട്ട് അപ്പൊ എനിക്ക് ഇത്രമാത്രം ആസ്വദിക്കാൻ അതുണ്ടെന്ന് അറിയില്ല. പക്ഷെ പിന്നീട് ഭരതേട്ടൻ ഈ പ്രണാമത്തിന്റെ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ ചിലമ്പിലത്തെ മ്യൂസിക് ഇല്ലേ അത് വെച്ചിട്ട് നമുക്കൊരു പാട്ടുണ്ടാക്കാം. അതെ, അതാണ് പിന്നീട് താളം മറന്ന താരാട്ടു കേട്ടൻ തേങ്ങും മനസ്സിന്നൊരാന്തോളനം. അതിന്റെ വിഷ്വൽസും അതെ. ഈ സ്ട്രൈപ്പ് എങ്ങനെ ഇട്ടിട്ട് തുണികളുടെ സ്ട്രൈപ്സ്, വെളുത്ത തുണിയുടെ സ്ട്രൈപ്സ് പറഞ്ഞു അതിനിടയിലൂടെ ഇങ്ങനെ കടന്നു വരുന്നതാണ്. ഇങ്ങനെ ഓരോരുത്തർ പോകും, ഒരാൾ ഇവിടുന്ന് വന്ന് പോകും, അപ്പൊ ഒരാൾ അപ്പുറത്ത് വരും. ആ ഗ്യാപ്പിൽ എന്തൊരു ബ്യൂട്ടിയാണ്. അതുപോലെ അശോകനോട് പറഞ്ഞു അത് വിഷ്വലൈസ് ചെയ്യുമ്പോഴേ, അശോകൻ ഇങ്ങനെ ഒരു കിടക്കുന്ന ഒരു സീനുണ്ട്, നിലത്തിങ്ങനെ കിടക്കുന്ന സീൻ, ലാസ്റ്റ് എൻഡിങ്. അപ്പൊ പറഞ്ഞ നീ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ശിശു എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ നീ കിടക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കിടത്തി ആ താരാട്ട് പാടുന്നതിന്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ അമ്മയെ മിസ് ചെയ്യണത് അമ്മയാണ്. ആ ക്യാരക്ടർ എന്ത് മനസ്സിൽ കിടക്കുന്ന ഐഡിയാസ് ഒക്കെ